ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നു. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യാനാണ് ഉത്തരവ്. കേസിൽ CPIM പ്രവർത്തകരായ 17 പേരാണ് പ്രതികളായുള്ളത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ പ്രതികളുടെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രം അതിവിടെ പാളിയിരിക്കുകയാണല്ലോ കോടതിയുടെ ഈ അപ്രതീക്ഷിതമായ തീരുമാനത്താൽ. കോടതി നടപടി അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഷുഹൈബ് വധക്കേസിലെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയത്. ഇതുവരെ 2 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ സാക്ഷി റിയാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഷുഹൈബ് കൊല്ലപ്പെടുന്ന ദിവസം ഷുഹൈബിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് റിയാസ്. ഈ റിയാസിനെ ആയിരുന്നു ആദ്യമായി വിസ്തരിച്ചത്. ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികളെയും റിയാസ് തിരിച്ചറിയുകയും ചെയ്തു. ഒപ്പം തന്നെ അവിടെ വിസ്താരവും ക്രോസ് വിസ്താരവും അടക്കം ഈ കോടതിയിൽ അന്ന് നടക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ എവിഡൻസ് ആക്ട് 137 പ്രകാരമല്ല ഈ വിസ്താരം നടന്നത് എന്ന് പറഞ്ഞ് ഈ പ്രതിഭാഗം ഒരു അഫിഡവിറ്റ്, ഒരു ഹർജി ആ കോടതിയിൽ തന്നെ കൊടുത്തു. അഡീഷണൽ സെഷൻസ് ജഡ്ജി റൂബിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. വിചാരണ നടപടികളുടെ നിയന്ത്രണം ഒരു അഫിഡവിറ്റ് നൽകിയെങ്കിൽ പോലും കോടതി ഇത് തള്ളുകയായിരുന്നു. രണ്ടാമത്തെ സാക്ഷിയെ കഴിഞ്ഞ ദിവസം വിസ്തരിക്കുന്നതിനിടയിലും ഈ ക്രോസ് വിസ്താരവുമായി ഈ പ്രതിഭാഗം സഹകരിച്ചില്ല. പകരം ഈ 137 വകുപ്പ് പ്രകാരമുള്ള ആദ്യ സാക്ഷിയെ വിസ്തരിച്ചപ്പോഴുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം കോടതിയോട് പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് കേസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് വിസ്താരം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും മൂന്നാമത്തെ സാക്ഷിയെ ഇന്ന് വിസ്തരിക്കാനായി കോടതി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷി വിസ്താരം ഇപ്പോൾ ഞാൻ തലശ്ശേരി കോടതിയിലാണ് നിൽക്കുന്നത്, അവിടെ നടക്കുകയാണ്. അപ്പോഴും ഇതേ വാദങ്ങൾ തന്നെ പ്രതിഭാഗം ആവർത്തിച്ചതോടെയാണ് ഇനി പ്രതികൾ പുറത്തിറങ്ങി ഇനി വിചാരണ നടപടികൾ സഹകരിക്കേണ്ട, ജയിലിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നൊരു ഉത്തരവ് കോടതി ഇറക്കിയത്. എല്ലാ പ്രതികളെയും, അതായത് 17 CPIM പ്രതികളാണ് ഉള്ളത്, CPIM പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത്. ഇവരെല്ലാവരും ജയിലിൽ കഴിഞ്ഞതിന് ശേഷം വിചാരണ നടപടികൾ പങ്കെടുത്താൽ മതി എന്ന് കോടതി ഉത്തരവിട്ടത്. ജൂൺ 14 വരെയാണ് നിലവിൽ വിചാരണ തീരുമാനിച്ചിട്ടുള്ളത്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള 17 പ്രതികളാണ് ഈ ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. 2018 ഈ സംഭവം നടക്കുന്നത്. എടയന്നൂരിൽ വെച്ച്, മട്ടന്നൂരിലെ എടയന്നൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു തട്ടുകടയിൽ ചായ കുടിച്ച് കാശ് കൊടുത്ത് തിരികെ പോകുന്ന സമയത്താണ് ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഗനർ കാറിലെത്തിയ ഈ ഗുണ്ടാസംഘം ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും കോടതിയുടെ ചെയ്യാനുള്ള കോടതി ഉത്തരവ് എന്തായാലും ഏറെ നിർണായകമാണ്. ഇപ്പോൾ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്ലാൻ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കോടതി ഉത്തരവാൽ വന്നിരിക്കുന്നത്. റിമാൻഡിൽ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.